2400 അടിക്ക് മുകളിൽ ജലനിരപ്പെത്തുമ്പോഴാണ് സാധാരണഗതിയിൽ അണക്കെട്ട് തുറക്കുന്നത്. ഇത്തവണയും അപ്രകാരം നിശ്ചയിച്ചിരിക്കെ ജനപ്രതിനിധികളുടെ യോഗം പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. സാധാരണഗതിയിൽ ഒക്ടോബർ മാസത്തിലാണ് അണക്കെട്ട് പരമാവധി ശേഷിയിലേക്ക് എത്തുക. തുലാമഴ ബാക്കി നിൽക്കെ ജൂലൈ മാസത്തിൽ തന്നെ അണക്കെട്ട് നിറഞ്ഞത് ഇത്തവണ ഏതായാലും അണക്കെട്ട് തുറക്കേണ്ടി വരുമെന്നതിന്റെ സൂചനയാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി PH കുര്യൻ സ്ഥലത്തുണ്ട്. ഇത് കോർഡിനേറ്റ് ചെയ്യാൻ അദ്ദേഹമുണ്ട്. എവരെ തീരുമാനിക്കും എപ്പോൾ തുറക്കേണ്ടി വരുമെന്ന്. പരമാവധി കാത്തിരുന്ന ശേഷം അണക്കെട്ട് തുറക്കാമെന്ന മുൻ നിലപാട് ദോഷം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. അവസാന ഘട്ടത്തിൽ ഷട്ടറുകൾ ഒരുമിച്ച് ഉയർത്തുന്നത് വലിയ നാശനഷ്ടങ്ങൾക്ക് വഴിവെക്കാം. അതിനാലാണ് മഴയുടെയും നീരൊഴുക്കിന്റെയും കണക്കുകൾ പരിശോധിച്ച് ഇത്തവണ അണക്കെട്ട് നേരത്തെ തുറക്കുന്നത്. പെരിയാർ തീരദേശവാസികളുടെ ആശങ്ക പരിഗണിച്ച് മുല്ലപ്പെരിയാറിൽ 136 അടിക്ക് മുകളിൽ ജലനിരപ്പെത്തുമ്പോൾ സ്പിൽവേ വഴി വെള്ളം ഇടുക്കിയിലേക്ക് ഒഴുക്കാൻ തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെടും. ഇതിനായി മുഖ്യമന്ത്രിതലത്തിൽ നടപടി സ്വീകരിക്കും. ജീവ് ടോം മാത്യു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.